ഒരു ചിഹ്നമേ ചിഹ്ന വരുന്നത് നമ്മുടെ അന്തോണിച്ചിനെ പറ്റുമല്ലേ? ഗോപാലപിള്ളാരുണ്ടല്ലോ. അന്തോണിച്ചോട് ഞാൻ സംഗതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭരിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. എന്റെ നിത്യസഹായ മാതാവേ, ഇതെങ്കിലും ഒന്ന് നടത്തി തരണേ. പള്ളി പോയിരിക്കും, ഇപ്പൊ വരും. ചാണ്ടിരിക്കണോ? അപ്പനും മോനും കൂടെ പോയിരിക്കുന്നത്. ഇരുന്നാട്ടെ. അറിയാമേ, നമ്മുടെ ജോലി കുഞ്ഞ് ഗുണമുള്ള കാര്യമായിട്ടാണ് ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ വരുന്ന കണ്ടപ്പോഴേ മനസ്സിലായി. മറിയാമ്മ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങിയതായിരിക്കും. ഇനി ഏതായാലും ഉച്ചക്കുറുബാനയ്ക്ക് പോകാം. ഞാൻ ഇതാ വരുന്നു. മോളെ, വേഗം വെച്ചൊരു കാപ്പി ഇടാം. കുറച്ച് അഭ്യാസം, കുറച്ച് പഴം എടുത്തു. എനിക്ക് പള്ളി പോകണ്ടേ? അവൾക്ക് ഉടനെ പള്ളി പോകാൻ. എടി, അവർ നമ്മുടെ ജോണിക്കുഞ്ഞിനെ ഒരു കല്യാണാലോചനയായി വന്നിരിക്കുക. നീ ചടന്ന് കാപ്പി ഇടും. കാപ്പിയോട് കഴിഞ്ഞിട്ട് കൊടുക്കാം. അതല്ലല്ലോ, നല്ലൊരു കാര്യത്തിന് വേണ്ടി വന്നതല്ലേ. അപ്പോൾ ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അതൊക്കെ അത് അപ്പനും മോനോ വന്നിട്ട് പറഞ്ഞാൽ അതാ ശരി. അധ്വാനിച്ചാ ഇതിനിടയ്ക്ക് ഒരു 100 പാട്ടിന് അവന് കല്യാണമാണെന്ന് വന്നതാ. ഒന്നിനെ അവനെ വിളിക്കല്ലേ. അവന്റെ അപ്പനാണ് സ്ത്രീധനമേ ശരണമെന്ന് പറഞ്ഞ് വിളിക്കുക. ഇന്നത്തെ കാലത്ത് സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ അത്രയൊരു നിർബന്ധം പാടില്ലെന്നറിയാം. സ്ത്രീധനം അല്പം കുറവാണെങ്കിലും പെണ്ണ് നല്ല കട്ടിയായിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നല്ലപോലെ ജോലി ചെയ്യാനുള്ളോ തളം കുത്തിയോടെ തിരുന്നാ മതിയോ? സംശയമുണ്ടോ? എപ്പോഴായാലും ആള് നല്ല കട്ടിയായിരിക്കും. അതെ, മറിയമ്മയ്ക്ക് എത്ര വയസ്സ് പ്രായമുണ്ട് ഇപ്പോഴെങ്കിലും? വെറുതെയല്ല, ഞാൻ നല്ലപോലെ ജോലി ചെയ്ത് വളർന്നതാണ്. ഒത്തിരി കിടത്തിയോന്ന് ഇരുന്നാ മതിയോ? നല്ല ആളുണ്ടായിരിക്കണം. അയ്യോ, ഇപ്പോഴത്തേക്ക് പഠിത്തക്കാരികളുണ്ട്. അത്തരം പണിക്കാരൊന്നും നമ്മളെ പെണ്ണിന് വേണ്ട. പെണ്ണിനെ കണ്ടാൽ തറവാട്ടി പറഞ്ഞതാണെന്ന് തോന്നുന്നു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് കൈ ചെയ്യാട്ടെ. ഇവിടെ പണിയാ. കാപ്പിക്ക് മധുരം ഉണ്ടായില്ലയോ? മധുരം കാണുന്നത് എല്ലാവരും കൂടെ ഞങ്ങളുടെ ഗാനമാപ്പിളയൊന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. എന്താ വിശേഷം? അല്ലേ, നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൊല്ലം വരുന്നത്. അതെ, അത് നോക്കണം. നമ്മുടെ ജോണിക്കുഞ്ഞിനെ ഈ 7ാം വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയായി വെക്കുന്ന കാര്യം ഒന്ന് ആലോചിക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങളെല്ലാം കൂടി ഇങ്ങോട്ട് വന്നു. പഞ്ചായത്തോ? അപ്പൊ നിങ്ങൾ കല്യാണാലോചനയ്ക്ക് വന്നതല്ലേ? പഞ്ചായത്ത് എന്താണോ മറിയമ്മേ? ഭർത്താവേ, എനിക്ക് പറ്റിയ ഒരു പറ്റേ. പള്ളിയിൽ പോലും പോകാതെ ഞാൻ കാപ്പിയും പലഹാരം ഉണ്ടാക്കാനില്ല. ഇത് നല്ല ചതിവായി പോയി. പെണ്ണിന് പകരം പഞ്ചായത്ത് കൊണ്ട് വന്നിരിക്കുന്നു. കാപ്പി കുടിച്ചോളൂ. എന്നെ തല്ലി കുടിച്ചു. വളരെ ഒരു പഞ്ചായത്ത് കൊണ്ട് വന്നിരിക്കുന്നു. ഈ വാർഡിൽ സ്ഥാനാർത്ഥിയായി നമ്മുടെ ജോൺ നിൽക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതെ, അയ്യോ ഞാനെന്താ സാർ? അവൻ പറഞ്ഞത് അതിന്റെ ശരി. ഇതിനു വേണ്ടി പണം മുടക്കാനും പാടുപെടാനും എന്നെ കൊണ്ടാവുന്നത്. അപ്പൊ തെളിയോ ചാൻഡിൽ വെച്ചത്? നിങ്ങൾ പാട് കൊടുക്കുകയും വേണ്ട, പണം കൊടുക്കുകയും വേണ്ട. ഒന്ന് നിന്ന് തരാമോ? ബാക്കി കാര്യം ഞങ്ങളെ. ഈ വാർഡിലുള്ള മിക്കവാറും ആളുകളുമായി ഞങ്ങൾ സംസാരിക്കുകയാണ്. ജോണിയെ പോലെ സർവസമ്മതനായ ഒരാളെ ഈ വാർഡിൽ നിർത്താൻ കിട്ടുകയില്ല. നിന്നിട്ടെന്ത് പ്രയോജനം സാർ? സ്നേഹിച്ചിരിക്കുന്ന ആളുകൾ തമ്മിൽ പിണങ്ങാനോ? അല്ലാതെന്താ? ജോണിയെ പോലെ വിവരമുള്ളവർ ഇങ്ങനെ പറയരുത്. പഞ്ചായത്ത് കൊണ്ട് പല പ്രയോജനങ്ങളുണ്ട്. ഗാന്ധിജി വിഭാവനം ചെയ്ത പഞ്ചായത്ത് രാജ്. ഗാന്ധിജിക്ക് അങ്ങനെയൊക്കെ പറയാൻ സാറേ. പക്ഷെ ചെറുക്കരക്കാർ മറ്റേ കോന്തനെ എതിർത്താലും എതിർക്കാനും ഈ വാർഡിലും അത് ജോണിക്കുഞ്ഞിനെതിരായിട്ടോ അതിന് പുതുതായിട്ട് ജനിച്ചു വരണം. അഥവാ അങ്ങനെ വന്നാൽ തന്നെ തെറ്റുപറ്റ പണം കിട്ടുകയില്ല. അക്കാര്യം ഞങ്ങൾ എതിർക്കും. അങ്ങനെ ഉറപ്പിച്ചു പറയരുത്. ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ആ ജനങ്ങൾ നമ്മുടെ കയ്യിലാണ് ജോണി. അവരെന്റെ ജോണിയെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ തോന്നിയടുത്ത് തോമാച്ചൻ എന്ത് പറഞ്ഞു? അയാൾ നിൽക്കുന്നുണ്ടോ?
ഇന്നലെ തോമാച്ചനെ കണ്ട് ഞങ്ങൾ സംസാരിച്ചു. ഇതുവരെ അദ്ദേഹമല്ലേ ജയിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം പുള്ളിക്കാരൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. തന്നെയുമല്ല, ജോണിക്ക് കുഞ്ഞ് നിൽക്കുന്ന കാര്യത്തിൽ 100 വോട്ട് 40 പോവാ. അപ്പോഴോ എന്നാ പേടിക്കാനൊന്നും. തോമാച്ചൻ ഇപ്രാവശ്യം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉണ്ടാകുകയില്ല. പിന്നെ ജോലി കുഞ്ഞായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന കാര്യത്തിൽ വല്ല സംശയമുണ്ടോ? അത് ശരിയാ. അതുകൊണ്ടാണ് ഈ പിടിയൊക്കെ എങ്ങനെ പിടിക്കുന്നത്. എന്നാ പിന്നെ അങ്ങനെ മറ്റാകട്ടെ. എന്താ അപ്പച്ചന് വരെ ജോലി ഒന്നും പണം മുടക്കും പങ്കപ്പാടും ഇല്ലെന്ന് അവർ പറയുന്നു. പിന്നെ നിന്നാലെന്താ? പിന്നെ വേറൊരു കാര്യം. എന്താ? തിരഞ്ഞെടുപ്പിനാണെന്നും പറഞ്ഞേക്കാം. ഒരൊറ്റ പൈസ എന്റെ അടുത്ത് ചോദിച്ചു പോലും ഇല്ല. തന്നാലും ഞങ്ങൾക്ക് വേണം. ജോലി സ്ഥാനാർത്ഥിയായിരുന്നാൽ മാത്രമേ. ഇവിടെ കാര്യങ്ങൾക്ക് സാമർഥ്യമുള്ള വേറെ എത്രയോ പേരുണ്ട്. എന്തിനാ സാറേ എന്റെ ബുദ്ധിമുട്ടി? സാമർഥ്യത്തിന്റെ കാര്യമൊക്കെ ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ടാണ്. ജോണി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം. അതേ ഞങ്ങൾക്ക് പറയാം. അപ്പോൾ അവൻ നിൽക്കണമെന്ന് നിർബന്ധമാണോ നിങ്ങൾക്ക്? അതെ, ഈ നാട്ടുകാർക്ക് നിർബന്ധം കൂടിയാണ്. ശരി, അവൻ നിൽക്കും. പക്ഷേ അവനെ എതിരില്ലാതെ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ ചുമതല. ഞങ്ങളൊക്കെ വിശ്വസിക്കണം. ഏതായാലും ഇവരെല്ലാം ഉറപ്പ് പറയുന്നത് നീ അങ്ങ് ഇല്ലടാണ്. അപ്പച്ചന് നിർബന്ധമാണെങ്കിൽ ഞാൻ നിർത്താം. അപ്പൊ വേറൊരു കാര്യം നമ്മളിതെല്ലാം തീരുമാനിച്ചെങ്കിലും എവന്റെ തള്ള കയറി കുറുക്കെ നിന്ന കാര്യമെല്ലാം കുഴപ്പം. അത് പറയുമ്പോ കുറുക്ക് നിന്ന ചാണ്ടിച്ച് പറഞ്ഞ മഹാരാജ. പഞ്ചായത്തിലൊക്കെ പോയോടാ? എപ്പോഴേ പോയാൻ പറ്റി? കാലത്ത് ഒരു കോളും കൊണ്ട് വന്നിരിക്കുന്നു. നീ ഒരു വിശേഷം അറിഞ്ഞില്ലേ? എന്താ ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ടായിരിക്കും. ഒരു വിശേഷം കൊണ്ട് വന്നിരിക്കുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അപ്പച്ച? നമ്മൾ കുഴയുന്ന ലക്ഷണമാണല്ലോടാ മോനെ. അല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് നീ കേട്ടില്ല. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ മോനെ കൊണ്ട് പഞ്ചായത്തിന് വിടുകയില്ല. ഇനി 10,000 പേര് തട്ടിട്ട് തുള്ളിയാലും അറിയാമോ മനസ്സ് മാറുന്നു കരുതാണ്. അപ്പൊ നമ്മളെ ചെറുക്കനെ ഗുണം വരുന്ന കാര്യത്തിൽ നിനക്ക് ഇഷ്ടമല്ല അല്ലേ? പിന്നെ എന്ത് ഗുണമാ വരാൻ പോട്ടെ. അവന് മനസ്സിൽ ഒരു പെണ്ണിനെ കൊണ്ട് കൊടുക്കുന്നതിന് പകരം പഞ്ചായത്ത് കളിക്കാൻ നടക്കുന്നു. അതിനാ കോഴി എന്ത് കഴിച്ചടി? അയ്യോ, എന്റെ കോഴി ചാകാൻ കൊണ്ട് കർത്താവേ. എന്നെ എടുത്ത് പുറത്തേക്ക് അറിയുന്നതിന് പകരം അല്ലേടി പറയാമെന്ന് നീ എന്തായി അപ്പച്ച? നിന്റെ അമ്മയ്ക്ക് അടുക്കുന്ന ലക്ഷണമില്ല മോനെ. തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞതേ അവിടെ കൊലയൊന്നും നടന്നു. എന്തുണ്ടായി? അവൾ ആ കപ്പത്തോഴി ഒന്ന് കൊന്നു നടന്നില്ലേ? എന്തിന്? പഞ്ചായത്ത് നിന്ന് കേൾക്കുമ്പോ അവർക്കൊരു കരിയാ. ഏതാണ്ട് ശാപം കിട്ടിയാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അപ്പച്ച, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് അവർ വേറെ ആരെങ്കിലും നിർത്തട്ടെ. ഞാൻ പോയി ഗോവർ സാറിനോട് പറയാം. അത് നമുക്കൊരു കുറച്ചിലല്ലേടാണ്. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതല്ലേ. നിന്റെ അപ്പന്റെ വാക്കിന് വിലയില്ലെന്ന് വന്നാൽ അത് നിനക്കും ഒരു കുറച്ചില്ല. മാത്രമല്ല, ഞാൻ കെട്ടിയോളുടെ ചെൽപ്പടിക്ക് നടക്കുന്ന ഒരു പെങ്കോം തരാന്ന് നാടൊരുപോലെ പറയുകയും ചെയ്യും. എന്തിനാടി? പഞ്ചായത്തിന്റെ കാര്യം പറയാനായിരിക്കും. നീ ഒന്ന് ചെന്നു നോക്കും. മോനെ ആ കോഴിയുടെ കൂടെ ഉണ്ട്. എന്തിനാ മുട്ടയിടുന്ന കോഴിയെ? അതിന്റെ അരി എനിക്ക് തണ്ടായിരുന്നോ? ഇന്ന് കാലത്തെ മോര് കഷ്ടകാലം. അതങ്ങനെ പഞ്ചായത്തുകാരെ ഇനിയോ പണി. ഇനി ചിന്നപ്പൻ കുറച്ച് വെള്ളം നോക്കി.
വല്ലാത്തൊരു വേദന. വാതകോപമായിരിക്കും. ഇത്തിരി കുഴമ്പ് കാണിച്ച് തരട്ടെയോ? ഓ, എനിക്കാണെങ്കിൽ അനങ്ങിയാ കുരുങ്ങും. അങ്ങും ഇങ്ങനെ ഇരുന്ന് അങ്ങ് പിടിതന്നെയായി. എന്നിട്ട് നീ പറയാൻ എന്താ പറയാൻ? പറഞ്ഞിട്ട് എന്താ പ്രയോജനം? കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യന് ഈ ചുമട് മുഴുവൻ ഒറ്റയ്ക്ക് ഞാൻ ചുമക്കാൻ തുടങ്ങിയിട്ട് നാളെ എത്രയാവും? അല്ലേ, അതിന് നീ ആരെയും കുറ്റം പറയണേ? അവനോനുള്ള ചുമണ്ട അവനോ ചുമന്നേ വരും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ഭർത്താവേ, 15ാമത്തെ വയസ്സ് ഞാൻ ഈ വീട്ടിൽ കാല് കുത്തിയതാ. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഒരിടത്ത് കുത്തിയിരുന്നിട്ടുണ്ടോ? നമ്മള് തമ്മിൽ എന്തിനാ പറയാമെന്നോട്? നീ ഇരുന്നിട്ടില്ലേ? പിന്നെ ഞാൻ കാലം കെട്ടി ഇവിടെ ഇരിക്കുകയല്ലായിരുന്നു. എല്ലാ വീട്ടിലെയും പെണ്ണുങ്ങൾ അവരവരുടെ വീട്ടിൽ പോയി കുറച്ച് ദിവസമെങ്കിലും താമസിക്കും. ഞാൻ 2 ദിവസം തിരക്ക് താമസിച്ചിട്ടുണ്ട്. നിനക്കിപ്പോ എന്ത് പറ്റിയെന്ന് അറിയാമേ നീ പറയുന്നത്? അല്ല, ഞാനൊന്ന് അറിയാനിട്ട് ചോദിക്കാം. ഒന്നും പറ്റിയില്ല. എനിക്കും വയസ്സും പ്രായമായി വരികയാണ്. മറ്റുള്ള പെണ്ണുങ്ങളെ പോലെ എനിക്ക് നടന്നാൽ കൊള്ളാമെന്നില്ല. നീ നടന്നോടി, നടന്നോ. ആര് വേണ്ടെന്ന് പറഞ്ഞു? വേണമെങ്കിൽ ഞാനും കൂടെ. നടന്നേച്ച് വരുമ്പോൾ വായും പിടിച്ചിരുന്നാൽ മതിയോ? എന്നാൽ ജോലി കുഞ്ഞു പ്രായമായി. അവനെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടൊന്ന് കൊടുത്തിരുന്നെങ്കിൽ എനിക്കൊരു സഹായമായിരുന്നു. അത്രേ ഉള്ളൂ. നീ ഒന്ന് അറിഞ്ഞു അറിയാമേ. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞോട്ടെ. തെരഞ്ഞെടുപ്പ് കഴിയാൻ ആരും പെമ്പിളാരെ കെട്ടിക്കേക്കോ? ഈ തിരഞ്ഞെടുപ്പിനെ ജോണിക്കുഞ്ഞ് ജയിച്ചാ പിന്നെ അവൻ ആരാ? നിന്നിട്ടല്ലേ ജയിക്കുന്നത്. അല്ല, അവൻ നിന്നെന്നും ജയിച്ചെന്നും പറ്റും. പിന്നെ പ്രസിഡന്റാ. എന്ത് കാര്യമായി പോയി. പ്രസിഡന്റ് ആയാൽ പിന്നെ എന്നെ കെട്ടിക്കോ എന്ന് പറഞ്ഞ് പെമ്പിള്ളാരെ പുറകെ നടക്കുവാനും. പെമ്പിള്ളേര് വരില്ല, പക്ഷെ അവരുടെ തന്തമാര് വരും. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാലേ ആളുകൾ റാൻഡി കൊണ്ടുപോകും. ഇന്ന് കിട്ടുന്നതിന്റെ 10 ഇരട്ടി ചെയ്തണമെന്ന്. അത് നിനക്കറിയാം. നിനക്കെന്ത് തോന്നുന്നു? കയ്യിലെല്ലാം അരപ്പാണ്. ഞാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്നത്. ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കേണ്ടതാണോ അമ്മച്ചി പറയുന്നത്? ഞാൻ പറഞ്ഞിട്ട് ആരും നിൽക്കണ്ട. അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെയാണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ വെട്ടുപോത്തിനോട് വേറെ പറയാൻ ചെല്ലുന്ന പോലെയാണ്. ലോകം എന്താണെന്ന് മാനം എന്താണെന്ന് അവർക്കറിയാം. എവരോട് അനുവാദം ചോദിക്കാൻ ചെല്ലുന്ന നമ്മളെ വേണം ചോദിക്കാൻ. അതെന്തിനാ എന്നെ അങ്ങ് തൊഴിച്ചു കൊന്നേരും? ഞാനൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട്. എടാ ചെറുക്ക, നീ നിന്റെ പാടുമോ? അവർക്ക് സമ്മതമല്ലെങ്കിൽ നീ നിൽക്കണ്ട. അല്ലാതെ എന്ത് ചെയ്യാനാ? ചേട്ടൻ പഞ്ചായത്ത് നമുക്കൊരു മാനമല്ലേ അമ്മച്ചി? അതിന് അന്ന് നിൽക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അമ്മച്ചി സമ്മതിക്കാതെ എങ്ങനെയാ? ഇനി എങ്ങനെ സമ്മതിക്കണം? പോലെ വെച്ച് പറയണം. അപ്പൊ നീ സമ്മതിച്ചോ? സമ്മതിച്ചെന്ന് പറഞ്ഞില്ലേ? ചേട്ടാ, നീ ബുദ്ധിയുള്ളവളാ, എനിക്കറിയാം. വേണ്ട, കിന്നാരൊന്നും വേണ്ട. പിന്നെ ഒരു കാര്യം, പഞ്ചായത്തൊക്കെ കൊള്ളാം. ഒരു കാശ് മുടക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. വേണ്ടടി, വേണ്ട. പണം മുടക്കൊന്നുമില്ല. പണം മുടക്കുള്ള കാര്യങ്ങൾ ഞാൻ സമ്മതിക്കൂടി പൊട്ടി. ഞാൻ അത്ര മണ്ടനാണ്. അതെനിക്കറിയാം.